യമനിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ഇടപെട്ട് അത് മരവിപ്പിച്ച കാന്തപുരം മുസ്ലിയാർക്ക് ഈ നാടിൻ്റെ അഭിനന്ദനം. ഒരു നാട് കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണ് കുറച്ചു മുന്നേ പുറത്തേക്ക് വന്നത്. നിമിഷപ്രിയയുടെ നാളെ നടത്താനിരുന്ന വധശിക്ഷ മരവിപ്പിച്ചു എന്ന വിവരം. വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിപ്പിക്കുകയാണ് കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ യമനിലെ സൂഫി പുരോഹിതന്മാർ വഴിയുള്ള ഒരു ഇടപെടൽ അവസാനഘട്ട ശ്രമമെന്നുള്ള നിലയ്ക്ക് നടത്തി നോക്കിയത്. കയ്യബദ്ധത്തിൽ ഒരു ജീവൻ നഷ്ടമായതിൻ്റെ പേരിൽ തൂക്കുകയറിലേക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ നാടും രാജ്യവും ഒന്നടങ്കം ശ്രമിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം അത് നടപ്പാക്കാൻ കോടതി തീരുമാനിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ വലിയ നിരാശയായിരുന്നു. ആ സന്ദർഭത്തിലാണ് കാന്തപുരം ആ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായത്. മത നേതാക്കന്മാർ തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ആ തീരുമാനം നടപ്പിലാക്കാൻ അവർ തീരുമാനിച്ചു എന്ന വിവരവും കാന്തപുരം തന്നെയാണ് ഈ നാടിനെ അറിയിച്ചത്. അത് റിപ്പോർട്ടർ ചാനൽ ടെലികാസ്റ്റ് ചെയ്തൊന്ന് കണ്ടേ. യമനിൽ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം ദിയത്ത് കവത് എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായശ്ചിത്തം ഉണ്ട്. അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു. ഈ കാര്യം ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. ആശ്വാസകരമായ വാർത്ത. ഇത് സംബന്ധിച്ച സൂചനകൾ ആദ്യം തന്നെ റിപ്പോർട്ടറാണ് നൽകിയിരുന്നത്. ചർച്ചകൾ പോസിറ്റീവായി പുരോഗമിക്കുന്നു എന്നുള്ളതും നാളത്തെ വധശിക്ഷ നടക്കില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്ത രാജ്യത്തെ സംബന്ധിച്ച്, നാടിനെ സംബന്ധിച്ച്, നിമിഷപ്രിയയുടെ ബന്ധുക്കളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മതപുരോഹിതന്മാർ നാടിനു വേണ്ടി ചെയ്യേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിമിഷപ്രിയയെ ഒരുപക്ഷെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നെങ്കിൽ അത് ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം, ഒപ്പം ഒരു ജനതയോടും കൂടുതൽ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാൻ അവസരമുണ്ടാകുന്നിടത്താണ് ആ വിഷയത്തിൽ കാന്തപുരം സന്ദർഭോചിതമായി ഇടപെട്ടത്. നേരത്തെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ വലിയ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും വധശിക്ഷ നടപ്പാക്കുമെന്നുള്ള നിലപാടിലായിരുന്നു കോടതിയും. എന്നാൽ മതപുരോഹിതന്മാർ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഒരു പ്രതിനിധിയെ യമനിലേക്ക് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ നടപ്പാക്കില്ല എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതിനുവേണ്ടി അവസാന മണിക്കൂറിലും ഇടപെട്ടു എന്നുള്ളതാണ് അഭിനന്ദിക്കേണ്ടത്. ഒന്നും ചെയ്യാൻ പറ്റാത്തടത്ത് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്നുള്ള ആ നിലപാടുണ്ടല്ലോ, അതിന് വേണം നാട് കൈയടിക്കാൻ. ആ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്ന ഫലം ഒരു നാടിന് മുഴുവൻ സന്തോഷവും ആഹ്ലാദവും സമ്മാനിക്കുന്ന ഒരു തീരുമാനം പുറത്തേക്ക് വരുമ്പോൾ അത് ഈ നാട് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുകയാണ്. അതിനുവേണ്ടി ഒരു നിമിത്തമായി മാറാൻ കാന്തപുരത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതപുരോഹിതന്മാരെല്ലാം ഇന്ന് ഈ നാടിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതിൻ്റെ ഉദാഹരണം കൂടിയായി മാറുകയാണ് കാന്തപുരത്തിൻ്റെ സന്ദർഭോചിതമായ ഇടപെടലെന്ന് പറയേണ്ടി വരികയാണ്.